ഇന്നത്തെ പരിപാടി പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ലാപ്ടോപ്പ് മേടിച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് അതൊന്ന് പോയി എടുക്കാൻ പോകണം, അത്രേ ഉള്ളൂ. നമ്മുടെ ഈ ലാപ്ടോപ്പ് എടുക്കുന്ന വീഡിയോ എത്ര പാർട്ടായാണ് ചെയ്തേക്കണമെന്ന് പറ്റുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. വേറൊരു വഴിക്ക് പോയിട്ടാണ് നമ്മൾ ലാപ്ടോപ്പ് എടുക്കാൻ വരുന്നത്, അതുകൊണ്ട് മച്ചന്മാരൊന്നും തന്നെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ ആദ്യമായിട്ടാണ് അഭിരാമച്ച നമ്മുടെ വീഡിയോന്റെ അകത്ത് വന്നത്. എന്തായാലും എവിടെ പോയാലും വീഡിയോ എടുക്കും, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കണ്ടന്റ് ആണ് മെയിൻ. മൂവാറ്റോടെ എത്തിയപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമായിട്ടുണ്ട്. അതുകൊണ്ട് മൂവാറ്റോടെ വിനായക ബേക്കറി കയറി ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് സെറ്റ് ആയിട്ടാണ് നമ്മൾ ലാപ്ടോപ്പ് എടുക്കാൻ പോകണം തന്നെ. മൂവാറ്റോടെ ഏകദേശം ഒരു ഉച്ച സമയത്താണ് എത്തിയേക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ കയറിയ ലാപ്ടോപ്പ് എടുത്ത് കഴിയുമ്പോൾ തന്നെ ഏകദേശം വയറ് കത്തിക്കറിയുന്ന സ്റ്റേജ് ആയിരിക്കും. പിന്നെ ഇപ്പോഴത്തെ വെല്ലിന് കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ശേഷം ഒരു മണിക്കൂറത്തെ നടപ്പ് പാസ്സാക്കിയാണ് നമ്മൾ മൂവാറ്റോടെ ഓട്സിൽ എത്തിയേക്കുന്നത്. നമ്മൾ നിലയിൽ പൈസയൊക്കെ കുറച്ച് സെറ്റ് ആക്കിക്കൊണ്ട് നമ്മുടെ ഐറ്റം ബാഗിനകത്ത് ഇരിപ്പുണ്ട്. ഇതൊന്ന് എടുത്തോണ്ട് പോയാൽ മാത്രം മതി. എന്നാലും നമ്മുടെ ഒരു സെക്യൂരിറ്റിക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കണേ. പിന്നെ ഈ ലാപ്പിൽ വരുന്ന ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ ചേർത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഐറ്റം ഫീച്ചേഴ്സ് ആയതുകൊണ്ട് 10 സെക്കൻഡ് സാധനം ഓപ്പൺ ആയി വരുന്നുണ്ട്. ഞാനിവിടെ ലാപ്ടോപ്പിന്റെ ഫീച്ചർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അനിയൻ കുഞ്ഞ് നിലവിൽ നമ്മുടെ കയ്യിലുള്ള ലാപ്പിന്റെ സർവീസിംഗ് നോക്കിക്കൊണ്ടിരിക്കണേ. അത് ഇവിടെയല്ല, മേളിൽ പോകണം. ഓട്സിന്റെ മേളിലായിട്ടാണ് നമ്മുടെ ലാപ്ടോപ്പിന്റെ സർവീസിംഗ് ഒക്കെ വരുന്നത്. ശേഷം ലാപ്ടോപ്പിന്റെ കേസൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേട്ടൻ വാറന്റിക്കാരന്റെ കേസൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇതാണ് വാറന്റിക്കാരൻ ഇനി 2 വർഷത്തേക്ക് കളയാതെ വെക്കണേ, എന്നാലേ കാര്യം ശരിയാവുള്ളൂ. ഇത് മാത്രമല്ലേ കളയാതെ വെക്കണ്ടേ, ഒരു ആന്റി പ്രൊട്ടക്ഷൻ എടുത്തുകൊണ്ടാണ് അതിന്റെ കീയും കൂടെ നമ്മൾ കളയാതെ സൂക്ഷിക്കണം. എന്നാലേ 2 വർഷം കഴിയുമ്പോൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേനും പിന്നെ തുറക്കാൻ പറ്റുള്ളൂ എന്ന് ചേട്ടൻ പറയണത്. നമ്മുടെ ഈ പർച്ചേസിംഗിന് മൊത്തം സഹായിച്ച നമ്മുടെ അമൽ ബ്രോ ആണ്. ലാപ്ടോപ്പ് എടുക്കാൻ നമ്മളെ സഹായിച്ച അമൽ ബ്രോയുടെ കൂടെ ഷെയ്ക്കാന്റെ തന്ത്രപ്പാടാണ് ദിക്കാണത്. ഒരു 4-5 ടേക്കിൽ എടുത്തിട്ടാണ് ഇത്രയെങ്കിലും ആയി കിട്ടിയത്. ശേഷം ബ്രോയ്ക്ക് ഒരു കൈയും കൊടുത്ത് നമ്മളിവിടെ ഇറങ്ങണേ. ഏകദേശം ഒരു 2 മണി 2:30 സമയമായിട്ടുണ്ട്. ഇപ്പോഴേലും ഇറങ്ങിയാലും ഒരു 3:30 ആകുമ്പോഴേ വീട്ടിലെത്തുള്ളൂ. പിന്നെ മറ്റന്മാർക്കും നേരത്തെ വീട്ടിലെത്തിയിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഒടുവിൽ 2 വർഷത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വിറ്റസ് ലാപ്ടോപ്പ് നമ്മുടെ ഈ കിട്ടിയേക്കാണ്. ഇനി ഇതും വീട്ടിൽ കൊണ്ടുപോയി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കോളെ.